വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിന് കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാനാണ് ശശിയായത്. അതിൻ്റെ ഒരു സർപ്രൈസ് ലുക്ക് എടുക്കാന്ന് വെച്ചാണ് നമ്മൾ കുളിക്കാൻ പോയി നാളെ പോയിട്ട്. ഡെക്കറേഷനൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഇഷ്യൂനുണ്ടായിരുന്ന സർപ്രൈസ്. പക്ഷേങ്കിൽ അവൻ താഴെ ഇറങ്ങി കുളിക്കാനൊക്കെ വന്നതുകൊണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കലപിലയാണ്. നമ്മളെല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കലപില കൂട്ടില്ല. അപ്പം ഞാൻ വേദന ഇഷ്യൂനെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വിളിച്ചിട്ട് നോക്കുമ്പം നമ്മുടെ ഒരു സ്പൈഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ നോക്കി. അപ്പോൾ അതിന് ചെറുതായിട്ട് ഇഷ്യൂവിന് പേടിയാണ്. ചെറുതായിട്ട് എന്ന് പറയാം, പക്ഷേ അധികം പേടിയൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും പേടിയായിരുന്നു. അത് എല്ലാവരെയും ചെയ്തിട്ട് എവിടെയോ പോയിട്ട് ഒളിച്ചു. ഈ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് ആര്യ ഫാലൂദ വേൾഡിൽ നിന്നാണ്. അവർ വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്യും. നമുക്ക് തലേ ദിവസം വിളിച്ചൊക്കെ പറഞ്ഞാൽ മതി. അപ്പം വാട്സപ്പ് വഴിയാണ് ഇവർ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അവർ വീട്ടിൽ തന്നെ കൊണ്ടുതരും. ഈ കേക്ക് വന്നിട്ട് വൈറ്റ് നട്ടാണ് വരുന്നത്. അപ്പോൾ തലശ്ശേരിയാണ് ഇവരുടെ ഷോപ്പുള്ളത്. ഇവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അഥവാ നിങ്ങൾ ബർത്ത്ഡേക്കൊക്കെ വേണ്ടിക്കല്ലേ നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബലൂണ് വെടിപ്പിക്കലും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എയറൊക്കെ നിറയ്ക്കുമായിരുന്നു. പിന്നെ ഇഷ്ടത്തിൻ്റെ ചെറിയ ചെറിയ കുർത്തക്കേടുകളും ഒരു സാധനം എടുക്കുമ്പോൾ മറ്റേ സാധനം എടുക്കുക. ചെറിയ കുട്ടികളാകുമ്പോൾ ഉണ്ടാവല്ലോ. ഇതാണ് ഉറുമേസ്. അത് അടുത്ത വലിക്കാൻ പോയിട്ടുണ്ട്. ഇഷൂട്ട് എൻ്റെ 8th ബർത്ത്ഡേ ആണ്. അപ്പോൾ 8 ക്യാൻഡിൽസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള, ആരും ഈ കേക്കിൻ്റെ മേലെ മുഖമൊക്കെ ഇങ്ങനെ അമർത്തൊന്നൊക്കെയില്ല. അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഭയങ്കര ഡേഞ്ചറാണ്. അതിൻ്റെ അകത്ത് ഈ കേക്കൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഷാർപ്പായിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടോ. എങ്ങനെയാ കണ്ണും മൂക്കും ഒക്കെ പോവാന്ന് ഉള്ളത് പറയാൻ പറ്റില്ല. സോ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. സോ കൂളായിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday dear Isha. Happy birthday to you. तुमने teacher बताते हैं. teacher आएगी. ചെറിയ ഇപ്പോഴാണ് നമുക്ക് തിരിച്ചു വന്ന് ഇത്രയും നേരം ചെറിയ അങ്ങനെ ദോശ കിട്ടി. എന്നെ തീ കിട്ടിയ
നമ്മളപ്പം തന്നെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പെന്ന് അവന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് നിൻ്റെ ഈ വട്ടത്തെ ഗിഫ്റ്റ്, ഇനി ഗിഫ്റ്റൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനിങ്ങനെ തെറ്റടിച്ച് നിൽക്കുമായിരുന്നു, ഇനി ഇല്ലേ എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അവൻ ആദ്യം കിട്ടുമ്പോൾ ഇഷ് എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര എന്താ പറയുക, സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യെന്ന് പറയില്ലേ, അതേപോലെയാണ്. എപ്പോഴും അങ്ങനെയാണ്. അപ്പം പിന്നീടാണ് ഇതൊക്കെ എടുത്ത് കളിക്കുക. ആദ്യം കാണുമ്പോൾ ഇതാണോ സാധനം, പക്ഷേങ്കിൽ പിന്നീട് ഇതൊക്കെ നോക്കി ഗിഫ്റ്റ് പൊളിക്കാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് ആൾ. ജസ്റ്റ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും. പിന്നെ എന്നിട്ട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എടുത്ത് മെല്ലനെ മെല്ലനെ നോക്കി പിന്നെ അതിനെ കൊണ്ട് കളിക്കാൻ തുടങ്ങും. വേണ്ടായിരുന്നു. അല്ല അത് നോക്കണ്ട. അത് ഇല്ല. അല്ല ആൾക്കാരൊന്നില്ലേ ബാക്കി ഉള്ളിലെല്ലാം ഉണ്ട്. അത് തുറക്കണോ? ഓപ്പൺ ആക്കുക. ഉള്ളിലെന്താ നോക്കണ്ടേ? ഓപ്പൺ ആക്കി നോക്കി ബാക്കിയും കൂടെ കണ്ടൊന്ന് സമാധാനം. അന്ന് നമ്മള് കളിച്ചോളൂ. നമ്മ കളിക്കാട് എല്ലാ ദിവസവും അതൊന്നല്ല. ഇത്രയും നല്ല സൗകര്യമുള്ള സാധനം എടാ, നിനക്ക് എന്റെ ഒരു കാർഡ് കണ്ടിട്ട് കണ്ണ് പിടിക്കുന്നില്ലേ? എങ്ങനെയുണ്ട്? പറഞ്ഞു പറയിപ്പിക്കാം. ഇഷാനോ? ഞാൻ ഇഷാന്നൊന്നും എഴുതിയിട്ടില്ല. എന്താ എഴുതിയത്? ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇതൊന്നും മറ്റേത് പേര് പറഞ്ഞിട്ടേ നാനിയ. എന്ത് പിഗായിരുന്നടാ? അതെന്താടാ നീ ഒന്നും പറയാത്ത? അത് ബബിൾസിന്റെ ആയില്ല. അത് ബബിൾസിന്റെ പുറത്തുനിന്നാണ് ഫിറ്റ് ചെയ്തിട്ട്. എടാ, നമുക്ക് ഇന്ന് തന്നെ ചൂണ്ടെടുത്തിട്ട് പോവാം. അതെടുത്ത് കഴിഞ്ഞാൽ ലോഡ് കട്ടാക്കണേ.
ഇത് ഇതാ ഇവിടെയുണ്ട്. അപ്പോൾ ഇവൻ ഈ പിഗ് എന്ന് പറയുന്നത് കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ ആ പിഗ്സിനെയും അതേപോലെ തന്നെ കാലിയേനെയും എടുത്തിട്ട് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് മെല്ലെ നടന്നങ്ങ് ഇറങ്ങി. ബേട്ടി സ്പെഷ്യലി സദ്യയാണ് ആക്കിയത്. അപ്പോൾ സാമ്പാർ, ചോറ്, പിന്നെ വെള്ളം ജസ്റ്റ് കാണിച്ചു, പിന്നെ കോവക്ക വറവ്, വെള്ളരിക്കറി, പിന്നെയുള്ളത് ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ, പപ്പടം, പച്ചടി, കൂട്ടുകറി, ഇത്രയാണ് ഉള്ളത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ഡെക്കറേറ്റീവ് ഐറ്റംസും അവിടുന്ന് അഴിച്ചു മാറ്റി ഫുൾ ക്ലീനിങ് പരിപാടിയായിരുന്നു. അമ്മയച്ച് ആ പരിപാടിയിലേക്ക് അങ്ങ് കടന്നു. പിന്നെ എന്തായാലും കേക്ക് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു സൈഡിൽ തന്നെയല്ലേ ഉണ്ടാവുക. ഇഷമെല്ലാം അവിടുന്ന് ഓരോ ക്രീമൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പം നമ്മളുണ്ടായിരുന്നത് ഏച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പം നമ്മളെ വീട്ടിലേക്ക് ഇതൊക്കെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി എനാബിൾ ചെയ്യുക. അപ്പോഴേ ഞാടുന്ന നോട്ടിഫിക്കേഷൻ കിട്ടും. സോ ബൈ.